ഓക്കെ. അപ്പോൾ ഇതാണ് പാട്ട്. പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാന്തല്ലൂരിലെ ക്യാരറ്റ് തോട്ടത്തിൽ പത്രസമ്മേളനം വിളിക്കുന്ന KSU നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഭൂമിയുടെ ഉടമ ഞാനല്ല. KSU നേതാക്കളുടെ മാത്രം പ്രത്യേക ശ്രദ്ധയ്ക്കെന്നല്ല, നമ്മളെല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും നമ്മുടെ മുഹമ്മദ് ഷമാസിന്റെ വെളിപ്പെടുത്തലുകളും തെളിവുകളൊക്കെ പുറത്ത് വന്നൊരു സാഹചര്യത്തില് ആ തെളിവ് വരുന്നതിന് മുമ്പ് ഇങ്ങനെ മുഹമ്മദ് ഷമാസ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടപ്പോ തന്നെ നമ്മുടെ PP ദിവ്യ അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത്. ഈ കുറിപ്പ് ഇട്ടു, ഈ ക്യാരറ്റ് പറിക്കുന്ന വീഡിയോയും കൂടി ഇട്ടിട്ട് പറഞ്ഞത് ഇത് എന്റെ സ്ഥലമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് പറഞ്ഞതോടുകൂടി ഷമാസ് ബാക്കിയുള്ള തെളിവുകളും കൂടി അങ്ങ് പുറത്തേക്ക് എടുത്തിട്ടു. സംഭവം തിരിച്ചടിച്ചു എന്ന് പറയണം. ഈ ഭൂമി എന്റേതല്ല, പക്ഷെ സ്വന്തമായിട്ടുള്ള ഭൂമിയുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്ത് ഷമാസ് പുറത്തേക്ക് ഇട്ടു. എന്തായാലും വെച്ചത് തിരിച്ചടിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ ഭൂമി ഇത് എൻ്റെ അല്ലെന്നേ അല്ലെങ്കിൽ PP ദിവ്യ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേറെ ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ നമ്മൾക്ക് കള്ളിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതെൻ്റെ അല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും മലമേലിൽ തിരിയിട്ടതൊക്കെ തിരിച്ചടിച്ചു. ഇവിടെ നമ്മുടെ PP ദിവ്യയുടെ ഷമാസ് പുറത്തുവിട്ട രേഖകൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. അതായത് ഐശ്വര്യ, ഇതിനകത്ത് ഇവർക്ക് ഈ പറയുന്ന ഭൂമി എൻ്റെതല്ല എന്നവർ പറയുകയും എന്നാൽ അതിനപ്പുറം സമ്പാദ്യമുണ്ട് എന്ന് ഈ പറയുന്ന നേതാവ് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, ഇവർ പിന്നെ എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ റോൾ മോഡൽ പിണറായി വിജയൻ എന്ന നേതാവ്, എൻ്റെ പാഠപുസ്തകത്തിലെ ഹീറോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഹീറോ ആയ അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചത്, പിണറായി വിജയൻ പഠിച്ചത് അതേ പാഠപുസ്തകം തന്നെ ഇവർക്ക് പകർന്നു നൽകി എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് രണ്ടാമത് തവണ ആണ്. ഈ രണ്ടാമത് തവണ കൊണ്ട് തന്നെ പഴയ പിണറായിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാണോ കേരളത്തിൽ ഉള്ളത് എന്ന് കേരള സമൂഹം മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടെ ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിനുണ്ടായിരിക്കുന്നത്. ഈ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇനി വെറും ഒരു കൊല്ലമേ ഉള്ളൂ. ഈ ഒരു കൊല്ലം കൊണ്ട് സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മാത്രമല്ല, യുവ നേതാക്കൾ സംസാരിക്കുകയാണെങ്കിൽ പഴയ വിജയനായിരുന്നു ഞാനെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ. മകളുടെ പിന്നെ എക്സാലോജിക്ക് കമ്പനിയുടെ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയിട്ട് നിരവധി, അതായത് ഈ പറയുന്ന ഇപ്പം പാലക്കാട്ടത്തെ ഈ ഡിസ്റ്റിലറി കമ്പനി വരുന്നതിന് മുമ്പ് അടുത്ത നമ്മൾ നേരത്തെ കേട്ടത് കേരയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അതൊരു വലിയ ബഹളം ഉണ്ടാക്കി അതിന് പ്രതിപക്ഷം ഒരുമിച്ചിറങ്ങി കേന്ദ്രം തടയിട്ട് അത് കേരളയിലൂടെ, അതായത് ഭരണത്തിലിരിക്കുമ്പോൾ പണ്ട് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്ന CPM ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഒരു എതിർ ശബ്ദമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ VS കിടപ്പിലായി. ശേഷം ഇപ്പോൾ ആരും തന്നെ മറ്റൊരു എതിർ ശബ്ദമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ താൻ തന്നെ രാജാവ്, താൻ തന്നെ പ്രജാപതി, താൻ തന്നെ ചക്രവർത്തി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം പഠിച്ച പാഠങ്ങൾ അദ്ദേഹം ചെയ്ത പോലെ PP ദിവ്യയും അതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇത് പിന്നെ അതായത് കണ്ണൂര് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഇപ്പൊ ഇവര് ദിവ്യയ്ക്കും അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ള ഒരു സ്ത്രീയല്ലേ. അപ്പം ഒരു ലേഡി പിണറായി എന്ന്, സാരി ഉടുത്ത പിണറായി എന്ന് അവർക്ക് മറ്റൊരു പേരുണ്ട് എന്ന് കൂടെ കണ്ണൂര് നമ്മുടെ ചില സഖാക്കൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാരി ഉടുത്ത പിണറായി എന്ന് പറയുന്നത് ശരിയാണ്. പിണറായിയെ പോലെ തന്നെ അവർക്കും അധികാരത്തിലിരുന്നു കൊണ്ട് കുറേ വാരിക്കൂട്ടണം, കുറേ സമ്പാദിക്കണം. അപ്പോൾ അത് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചർച്ചയിലും നമ്മൾ പറഞ്ഞു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല. അത് തന്നെയാണ് വെളിവാക്കിയിരുന്നത്. പിന്നെ പാർട്ടിക്കകത്തും അദ്ദേഹം ഒറ്റ ശക്തിയുള്ളൂ. അദ്ദേഹം ഇപ്പോഴും ഒരു പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ ഡയസിൽ ഒരു ചൂരൽ വടിയും കൊണ്ട് അദ്ദേഹം ഇരിക്കുകയല്ലേ. പറയടാ, എന്നെക്കുറിച്ച് ആരെങ്കിലും പറയടാ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയുമാണ്, മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ മോഡലായി ഇവർക്ക് പിന്നെ ഈ അഹങ്കാരം അദ്ദേഹത്തിന്റെ അത്ര ഇല്ലെങ്കിൽ കുറച്ചൊക്കെ അഹങ്കാരം കാണിക്കണ്ടേ? അത് വേണമല്ലോ. ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോയിനെ
ഇതൊക്കെ ആരെ കൂടെയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ കേരളത്തിലുള്ള ഇപ്പം നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് താഴെ ചിലരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്, വോട്ട് ചെയ്തപ്പോൾ ഓർത്തില്ലേ എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹം ഓർത്തുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് ചെയ്ത ആൾക്കാർ ഓർത്തില്ല ഇത് ഇത്തരത്തിൽ, അതായത് ഇതൊരു ചൈനയാണോ അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും, അതായത് ചൈനയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ആ ഭരണ തുടർച്ച അവിടെ വേറെ ആരും എതിർ ശബ്ദമില്ല, ഒന്ന് പാട്ട് പാടാൻ പോലും പറ്റൂല. അവിടെ നിന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നല്ല കമ്മ്യൂണിസ്റ്റ് ഭരണം ഇരിക്കുന്നിടത്ത് അങ്ങനെയാണ്, ഒന്ന് ചലിക്കണമെങ്കിൽ സർക്കാർ പറയണം. അപ്പോൾ അതുപോലെ 2 ടേം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ഭരണം കിട്ടിയാൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാവുമെന്ന് എൻ്റെ സംശയമാണ്. അത്രയ്ക്ക് കാര്യം ഈ കോൺഗ്രസിൻ്റെ തമ്മിലടി ആയതുകൊണ്ട് ജനം ഇപ്പോൾ ശരിക്കും ഈ അടുത്ത ഒരു കൊല്ലത്തിനിടയ്ക്ക് ഈ കോൺഗ്രസ് എന്തൊക്കെ കാട്ടിക്കൂട്ടും, ഇനി അടുത്തൊരു ഭരണവും കൂടെ വന്ന് നമ്മൾ സഹിക്കേണ്ടി വരുമോ എന്ന് ജനം, നിഷ്പക്ഷരായ ജനം ചോദിച്ചു പോവുകയാണ്. കാര്യം ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്ക് ചർച്ച ഇത് തന്നെ പറഞ്ഞുകൊണ്ട് കാര്യം മുക്കിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ പിന്നെ എന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ അവർ പറയുന്നത്. കാര്യം അവർക്കറിയാം ഈ പറയുന്ന CBI അന്വേഷണം വന്നാൽ ഇതെല്ലാം പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് മാത്രമല്ല പിണറായി വിജയന്റെ പേര് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും PP ദിവ്യ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തന്നെയാണ് മുഹമ്മദ് ഷമ്മാസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതായത് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയാം ഐശ്വര്യ, അതായത് അവർ ഏർപ്പെടുത്തിയ പോലീസ് SIT എന്ന പോലീസ് സംഘം കണ്ടുപിടിക്കാത്ത പല രേഖകളുമാണ് ഇപ്പോൾ ഷമാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനു പുറമെ ഇനി പ്രശാന്തിൻ്റെ പല രേഖകളും കണ്ടുപിടിക്കും. പ്രശാന്തിനെയും ഇവർ വിചാരണ ചെയ്യും. ഇത്തരത്തിൽ സമൂഹ മധ്യത്തിൽ ഇങ്ങനെയുള്ള വിചാരണ തന്നെ ഇതിനെ KSU നേതാക്കളെ നിങ്ങൾ അറിയൂ, എനിക്ക് കാന്തല്ലൂരില്ലേ ക്യാരറ്റ് തോട്ടം ഇല്ല എന്ന് പറയുമ്പോൾ കാന്തല്ലൂരിന് അപ്പുറമുള്ള വലിയ ഏതെങ്കിലും സ്ഥലത്ത് ഇവർക്ക് ഇനിയും ഉണ്ട് എന്ന് അവർ പറയാതെ പറയുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങളാരും പിന്നെ അരിയാഹാരം കഴിക്കാത്തവരൊന്നുമല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. കാന്തല്ലൂരിന് അപ്പുറം നിങ്ങൾക്കെല്ലാം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ സമ്പാദ്യം ഉണ്ടെന്നും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലും വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പദവിയിലും ഇരുന്നുകൊണ്ട് എന്തുമാത്രം നിങ്ങൾ വാരിക്കൂട്ടി എന്നുള്ള കണ്ണൂരിലെ ഏതൊരു ചെറിയ സഖാവിനോ അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ചെറിയ കോൺഗ്രസ്സുകാരനെ ചോദിച്ചാലും നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാമോ? ഇത് മാത്രമല്ലല്ലോ ചേട്ടാ, ഇവിടെ വന്നിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രീ ഫാബ്രിക് എന്ന് പറഞ്ഞ നിർമ്മാണങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് വഴി മാത്രം കൊടുത്തിരിക്കുന്ന ആ കമ്പനിക്ക്, ഈ കാർട്ടൺ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ രഹസ്യങ്ങളെല്ലാം, അതായത് ജില്ലാ പഞ്ചായത്തില് ഇവർക്ക് തീരുമാനമെടുക്കുമ്പോൾ അതിനൊക്കെ അറിഞ്ഞും അറിയാതെയും അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അനുമതി കൊടുത്ത ആളാണ് അരുൺ കെ വിജയൻ. അരുൺ കെ വിജയൻ ഇതിനെല്ലാം അനുമതി കൊടുത്ത ആളാണ്, നിശബ്ദനായി ഇരുന്നു കൊണ്ട് അനുവാദം കൊടുത്ത ആളാണ് അരുൺ കെ വിജയൻ. അതാണ് ഇവരുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത്. ഈ ഇവരുടെ കള്ളങ്ങൾക്കെല്ലാം കൂട്ടിയെന്നുള്ള അരുൺ കെ വിജയനാണ്. അതുകൊണ്ടാണ് അരുൺ കെ വിജയനെ ഇപ്പോഴും കണ്ണൂരിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് സർക്കാർ അയാളെ മാറ്റിയോ? ഈ കല്യാശ്ശേരിയിലെ വൈസ് പ്രസിഡന്റോ പറ്റിയായിരുന്നില്ലേ നമ്മുടെ ഷാജിർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഷാജിറിനും ഇതിന്റെ അകത്ത് വ്യക്തമായ പങ്കുണ്ടെന്നാണ്. CPM-മാർക്ക് എല്ലാം പങ്കുണ്ട്. അതെ, CPM-മാർക്ക്. ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് സുമേഷ് എന്ന് പറഞ്ഞൊരു MLA, അഴീക്കോട് നിന്ന് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന MLA സുമേഷ് അവിടെ ആയിരുന്നതാണ്. സുമേഷൊക്കെ ഇത് ഇവരെ പോലെ ഒന്നും സമ്പാദിച്ചായിട്ടൊന്നും നമ്മൾ അറിവിലില്ല. ഐശ്വര്യ, നമ്മളിതൊന്നും മനസ്സിലാക്കാനുള്ളത് കണ്ണൂരത്തെ പാർട്ടി ഘടകത്തിനകത്ത് PP ദിവ്യയെ നിശബ്ദമായി പിന്നെ ഒതുക്കാനുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിൽ ഇതിലൊന്നും പെടാത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവിടെ P ജയരാജനുണ്ട്, MV ജയരാജനുണ്ട്, പിന്നെ വേറെ നമ്മുടെ ഇദ്ദേഹമുണ്ട്, EP ഉണ്ട്. ഇതിൽ P ജയരാജൻ അടങ്ങുന്ന സംഘം അല്ലെങ്കിൽ P ജയരാജൻ അല്ലെങ്കിൽ ഇതിൽ ആരും പുറത്ത് ലീഡ് ചെയ്യാനില്ലാത്ത ഒരു നിഷ്പക്ഷരായ പാർട്ടിക്കാരെ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം പാർട്ടിക്ക് അത്ര കണ്ട് മോശപ്പേര് PP ദിവ്യയും P ശശിയും ചേർത്ത് കേരള സമൂഹത്തിനിടയിൽ മൊത്തത്തിലുണ്ട്. P ശശിയും PP ദിവ്യയും തമ്മിലുള്ള ബന്ധം നാണക്കേട് ഉണ്ടാക്കി എന്ന് പല കമ്മിറ്റികളിലും കണ്ണൂർ സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ഈ പാലക്കയം തട്ടിൽ മുഹമ്മദ് ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് PP അജിത്തിന്റെയും പേരിൽ 4 ഏക്കറോളം ഭൂമിയാണ് ദിവ്യ വാങ്ങിയിട്ടിരിക്കുന്നത്. രേഖ വന്നിരിക്കുന്നത്. ഇതിന്റെ രേഖ കൂടി കയ്യിലുണ്ടെന്ന് ഷമാസ് പറയുകയാണ്. അപ്പോൾ എന്തായാലും PP ദിവ്യ ഷമാസിനെതിരെ കേസുമായിട്ട് പോകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർ പങ്കുവെച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഷമാസിനെതിരെ: KSU നേതാവ് മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ 3 മാസമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ ഒന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും സ്വന്തമായുണ്ട് എന്നൊക്കെയായിരുന്നു. ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്ന് വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന് ഷമാസ് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് KSU ജില്ലാ നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു.
പാലക്കയം തട്ടിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും ഭർത്താവിൻ്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ച് തന്നിട്ട് വേണം പുതിയ ആരോപണം. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നടത്തുന്ന വ്യാജ പ്രചരണത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് നമ്മുടെ പി ദിവ്യ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു വളർന്ന നേതാവ് മറ്റേതാണ് മറിച്ചതാണ് നമ്മുടെ പാഠപുസ്തകം. ഏതായാലും പിണറായി വിജയൻ ഇപ്പൊ കവിത എഴുതിയവര് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലും വലിയ വാഴ്ത്താണ് അദ്ദേഹം വാഴ്ത്തുപാട്ടുകൾ പാഠപുസ്തകത്തിലെ ഹീറോ എന്നൊക്കെയാണ് പി ദിവ്യ. അല്ല, വാഴ്ത്തുപാട്ടുകൾക്ക് ഇപ്പം നമ്മളെ ആയാലും നല്ലൊരു വാക്ക് പറഞ്ഞു കേൾക്കാൻ നമുക്കും ആഗ്രഹമില്ലേ? ഏതായാലും ഇത്രയും ശത്രുക്കൾക്കിടയിലും അദ്ദേഹത്തിന് ശത്രുക്കളെ അല്ല. അതില് ദിവ്യയുടെ കമന്റിന്റെ പോസ്റ്റിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ചെയ്തത് വായിക്കുകയാണ്. എല്ലാ കള്ളന്മാർക്കും കള്ളികൾക്കും കൊലപാതകൾക്കും ചെറ്റകൾക്കും ഗുണ്ടകൾക്കും എപ്പോഴും ഈ പിണറായി വിജയൻ തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ട നേതാവ്. വെറും 8 വർഷം കൊണ്ട് കേരളത്തെ കട്ടുമുടിച്ച, RSS വർഗീയത വളർത്താൻ സഹായിച്ച, കേരളത്തെ ലഹരിയിൽ മുക്കിയ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ വിഷം ഇനി അങ്ങോട്ട് ആര് ഭരിച്ചാലും കേരളത്തെ പഴയ കേരളമാക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. വികസനത്തിന് ഒരു വോട്ട്. എന്തായിരുന്നു വികസനം? ഈ 8 കൊല്ലത്തെ വികസനം ഒന്ന് പറയുകയാണെ, കറണ്ട് ബില്ല് വികസിപ്പിച്ചു, പെട്രോൾ സെസ് വികസിപ്പിച്ചു, വീട്ടുകരം വികസിപ്പിച്ചു, വെള്ളക്കരം വികസിപ്പിച്ചു, വീട് പണിയാൻ പെർമിറ്റ് ഫീ വികസിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വികസിപ്പിച്ചു, തൊഴിലില്ലായ്മ വികസിപ്പിച്ചു, കേരളത്തിൻ്റെ പൊതുകടം വികസിപ്പിച്ചു, ബിവറേജ് ബാർ തുടങ്ങിയവ കൂടുതലായി വികസിപ്പിച്ചു, മദ്യത്തിൻ്റെ വില വികസിപ്പിച്ചു, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില വികസിപ്പിച്ചു, സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കൾ ഇല്ല എന്ന ബോർഡ് വികസിപ്പിച്ചു. നാട്ടിലെ വികസനം കാരണം യുവതലമുറ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർധന വികസിപ്പിച്ചു. അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും എണ്ണം കേരളത്തിൽ ക്രമാതീതമായിട്ട് വികസിപ്പിച്ചു. മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം ക്രമാതീതമായി വികസിക്കുന്നു. ഇനിയും ഒരുപാട് വികസനങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. സാധാരണ ക്ഷമിക്കുക. ഇനിയുണ്ട് വികസനങ്ങൾ. അത് ഞങ്ങൾ പതുക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഏതായാലും ഇത് പറയുമ്പോഴേ കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളനെ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരാണ് കള്ളൻ, ആരിഷ്ടപ്പെടുന്നു എന്നൊന്നും കായംകുളം കൊച്ചുണ്ണി അന്തസ്സുള്ള കള്ളനാണ്. അപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. പി ദിവ്യ ആരാധിച്ചോട്ടെ, പി ദിവ്യ അദ്ദേഹത്തിനെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോട്ടെ, അവർക്ക് ഈ പറയുന്ന എന്തും വാഴ്ത്തുപാട്ടും പാടിക്കോട്ടെ. അതിലൂടെ നമുക്ക് പറയാനുള്ളത്, അവർ പാർട്ടിക്കാരായതുകൊണ്ട് അവർ ഭംഗ്യന്തരേണ എന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 2, ഈ പറയുന്ന ഷമാസിനെ ഭയപ്പെടുത്തിയാലൊക്കെ ഷമാസ് ഒന്നും ഭയപ്പെടുന്ന കൂട്ടത്തിൽ നിന്നുള്ളവരല്ല. അവർക്ക് ഈ രേഖകൾ കൊടുത്തത് തന്നെ CPM-ലെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഈ CPM-ലെ ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യിച്ചുകൊണ്ട് പി ദിവ്യ കേസ് കൊടുക്കേണ്ടത്. അത് ആരാണ് പാർട്ടിക്കകത്ത് കളിച്ചത് നോക്കിയിട്ട് നിങ്ങളുടെ പാർട്ടിയിലെ ജഡ്ജസിൻ്റെ പറയുക, അത്രയേ ഉള്ളൂ. CPM പാർട്ടി അങ്ങനെയാണ്. പാർട്ടിക്കകത്ത് ഒരാൾക്കൊരു ഇത് പിന്നെ PK ശശി എന്ന പാലക്കാടത്തെ നേതാവ് സ്ത്രീ വിഷയത്തിൽപ്പെട്ടപ്പോൾ പാർട്ടിയുടെ ജഡ്ജസാണ് അത് കണ്ടുപിടിച്ചത്. ആ പാർട്ടി അങ്ങനെയാണ്. CPM എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി തീരുമാനിക്കും, ആ ജഡ്ജസ് അന്വേഷിക്കും, ആ ജഡ്ജസ് കുറ്റവും ശിക്ഷയും വിധിക്കും. അപ്പോൾ പി ദിവ്യയ്ക്ക് ഇതിൻ്റെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള രേഖകൾ നിങ്ങൾ പി ദിവ്യയുടെ അടുത്ത് ഇരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ കയ്യിലുണ്ട്. അവരെ നിങ്ങൾ തേടി പിടിക്കുക, ആരാണ് കൊടുത്തതെന്ന് ചോദിക്കുക, എന്നിട്ട് അവർക്കെതിരെ ശിക്ഷ വിധിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ.